കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ്. അത് തന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും അത് തന്നെയാണ് തുറന്നു പോകും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, കൂട്ടിക്കൽ ജയചന്ദ്രൻ 4 വയസ്സുള്ള പെൺകൊച്ചിനെ പീഡിപ്പിച്ച വീഡിയോ ആണ്. സത്യത്തിൽ ഇത് ചെയ്യാൻ എന്താണ് എൻ്റെ മനോവിചാരം എനിക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഈ കൂട്ടിക്കൽ ജയചന്ദ്രൻ എൻ്റെ കോളേജിലും പഠിച്ച ആളാണ്. ഇന്ന് മറുനാടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറുനാടൻ്റെ കോളേജിലും പഠിച്ചിട്ടുണ്ട്. 2 കോളേജിൽ. അതിൻ്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് കോളേജും പിന്നെ വാഴൂർ SVR NSS കോളേജുമാണ് ഉള്ളത്. അപ്പോൾ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ പഠിക്കാം. അങ്ങനെ എൻ്റെ കോളേജിലും പഠിച്ച വ്യക്തിയാണ്. എൻ്റെ പല കൂട്ടുകാരും ഇന്നും കോളേജ് ഗ്രൂപ്പിൽ ഇങ്ങേറെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു ചളുപ്പുണ്ട്. പിന്നെ ആലോചിക്കുമ്പോൾ ഇത്രയും നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞു വരുമ്പോൾ, പണ്ട് ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അന്നത്തെ കാലത്ത് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു മോറൽ ക്ലാസ് ഉണ്ട്. അതായത് നമ്മൾ ഭാവിയിൽ വളർന്നു വരുമ്പോൾ അല്പമൊക്കെ നന്മയോടെ വളരട്ടെന്ന് കരുതി കന്യാസ്ത്രീകളായ സിസ്റ്റർമാർ നമ്മളോട് ഈ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ, നമുക്ക് പിള്ളേരല്ലേ, വളരുന്ന പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഓരോ ക്ലാസ് എടുക്കും. നമുക്ക് ഇച്ചിരി ദയ, മര്യാദ, ബഹുമാനം, ഇതൊക്കെ ആയിട്ട് വളരണം, നല്ല ദാനം ചെയ്യുക, അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളാണ് പറയുക. അവരന്ന് പറഞ്ഞൊരു കഥ മനസ്സിൽ കിടപ്പുണ്ട്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു കഥയിലാണ്, ഇപ്പോഴേ പറഞ്ഞേക്കാം, ചോദ്യമൊന്നുമില്ല കേട്ടോ, കഥയിൽ ചോദ്യമില്ലെന്ന് ഓർത്തണം. അപ്പോൾ എന്താ കഥയെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു രാജാവ് എങ്ങാണ്ട് ഒരു ചിത്രകാരനോട് ഓർഡർ ഇടും, മറ്റേ ഉണ്ണീശോയുടെ മുഖം വരച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അങ്ങേര് ഇങ്ങനെ എല്ലാ നാടും കയറി ഇറങ്ങി അന്വേഷിച്ച് നടക്കും. ഉണ്ണീശോയുടെ മുഖം എന്ന് പറയുമ്പോൾ അത്ര നിഷ്കളങ്കമായ ഒരു മുഖം വേണം. അപ്പോൾ മോഡലായിട്ടൊരു മുഖം കിട്ടണം, ഒരു കുഞ്ഞിനെ കിട്ടണം. ഒരു കുഞ്ഞായിരിക്കണമല്ലോ ഉണ്ണീശോ ആകുമ്പോൾ. അത്രയും നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ മുഖം വേണം. എന്നിട്ടും എല്ലാ കുഞ്ഞുങ്ങളെയും പറ്റാതെ അങ്ങേര് അങ്ങനെ അന്വേഷിച്ച് അവസാനം ഒരു ഉണ്ണീശോയുടെ മുഖം പോലെ നിഷ്കളങ്കമായ ഒരു മുഖം കിട്ടി. ഉണ്ണീശോയുടെ ഫോട്ടോ വരച്ച് കൊടുത്ത് സമ്മാനവും മേടിച്ചെന്നാണ് പറയുന്നത്. പിന്നെ വർഷങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ ആ ചിത്രകാരനും പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ ചിത്രകാരനോട് രാജാവ് വീണ്ടും പറയുന്നു, ഉണ്ണീശോയെ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ ഫോട്ടോ വരച്ച് കൊടുക്കണം. യൂദാസിനെ പറ്റി പറയുമ്പോൾ അറിയാലോ, ചതിയനും വഞ്ചകനും നിഷ്ഠൂരനും ദുഷ്ടനും എല്ലാമായ ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിനെ വരച്ചു കൊടുക്കണമെന്ന് പറയും. അപ്പോൾ എങ്ങനെയുള്ള ആളെയാണ് അന്വേഷിക്കേണ്ടത്? ഇങ്ങനെ പരിക്കൻ മുഖം അല്ലേ, അങ്ങനത്തെ പരിക്കൻ മുഖവും ഒരു ചതിയൻ്റെയും ഒരു വഞ്ചകൻ്റെയും അങ്ങനത്തെ ഒരു ക്രൂര മുഖമാണ് കിട്ടേണ്ടത്. അത് അന്വേഷിച്ച് നടന്നിട്ടെങ്കിലും കിട്ടാതെ അവസാനം അതും കിട്ടി. അങ്ങനെ ഒരു മോഡലിനെ കിട്ടി. പടം എല്ലാം വരച്ച് കഴിഞ്ഞ് എല്ലാം റെഡിയായി. പടം വരയ്ക്കാൻ മോഡലായ ആൾക്ക് പൈസയും കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പം ആ മോഡലായിരുന്ന ആൾ പറഞ്ഞു എന്നാണ് പറയുന്നത്, നിങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ണീശോടെ മോഡലാക്കി വരച്ച ആൾ ഞാൻ തന്നെയാണ്. ഈ കഥ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, ക്രിസ്ത്യൻസിനൊക്കെ അറിയാവുന്ന കഥയായിരിക്കാം. നിങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ണീശോടെ പടം വരയ്ക്കാൻ വേണ്ടി മോഡലാക്കിയത് എന്നെയാണെന്ന്. അതിനുശേഷം വർഷങ്ങൾ പോകവേ യൂദാസിൻ്റെ പടം വരയ്ക്കാനും ആ മനുഷ്യനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു യാത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കഥയിലൂടെ തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയാൽ മതി. എല്ലാ കഥയും ചോദ്യമൊന്നും വേണ്ട. ആ ഒരു നിഷ്കളങ്കതയിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം ചതിയനും വഞ്ചകനുമായ ഒരു യൂദാസിൻ്റെ മുഖത്തിലേക്കാണ് ഒരു മനുഷ്യൻ്റെ യാത്ര. അപ്പോൾ അയാൾ ആ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ, സിസ്റ്റർമാർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അയാൾ ആ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങളും ഇതും എല്ലാം കൊണ്ട് അയാളുടെ മുഖം അങ്ങനെയായി മാറുന്നു എന്നാണ്. അപ്പം നമ്മൾ അത്രയും നിഷ്കളങ്കരായിട്ടാണ് നമ്മളുടെ ബാല്യവും കൗമാരവും ഒരു പരിധി വരെ, യൗവനം വരെ നമ്മൾ ഇച്ചിരി മര്യാദക്കാരും, നിങ്ങൾ കണ്ടിട്ടില്ലേ, രാഷ്ട്രീയത്തിൽ വളരെ ചെറുപ്പക്കാരായിട്ട് കയറുന്നവർ വളരെ ആദർശന്മാരായിരിക്കും. കൈക്കൂലി വാങ്ങില്ല, കള്ളത്തരം ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പോകെ നമ്മൾ പിന്നെ കാണുന്നത് എന്താണ്? മറ്റൊരു മുഖം. അതാണ് അവരുദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ വളരെ നല്ലതായിരിക്കും, പിന്നെയാണ് നമ്മളിങ്ങനെ മാറി വരുന്നത്. ഈ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ കാര്യം പറയാനാണ് ഇത്ര ആമുഖം വലിച്ചു നീട്ടി കത്തി വെച്ച് നിങ്ങളെ കൊന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുമ്പം വളരെയധികം കോമഡി ആയിട്ട് മിമിക്രി ചെയ്ത് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന വളരെ നല്ലൊരു പയ്യൻ, ഇതേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇതിനെക്കാട്ടും ഒരാൾ ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. വളരെ കുപ്രസിദ്ധി നേടിയ നമ്മുടെ സൂര്യനെല്ലി കേസിലെ ധർമ്മരാജ്, അതും ഈ പറയുന്ന പോലെ സെൻറ് തോമസിലും വാഴൂരും ഒക്കെ പഠിച്ചു പോയ ആൾക്കാരാണ്. വലിയ ആൾക്കാരാണ്. ഇപ്പോൾ പ്രസിദ്ധി കൊണ്ടല്ല, പ്രസിദ്ധിയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ, നല്ല പ്രസിദ്ധിയായിട്ടുള്ളവരും ഉണ്ട്. അതിപ്പോൾ ഈ മഹാരാജ് കോളേജ് എറണാകുളം എടുത്ത് അങ്ങനെയല്ലേ, കുപ്രസിദ്ധി ഉള്ളവരുണ്ട്, പ്രസിദ്ധി ഉള്ളവരും ഒക്കെ ഉണ്ട്. അതങ്ങനെയാണ് ഒരു കലാലയമാകുമ്പോൾ.
അപ്പം ഈ കൂട്ടിക്കൽ ജയചന്ദ്രൻ മുണ്ടക്കയത്തിനപ്പുറമുള്ള നാടാണ് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, അച്ചായന്മാരുടെ നാടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ അടുത്തുള്ളതാണ് കൂട്ടിക്കൽ. അവിടെ നിന്ന് പിന്നെ പുള്ളി അങ്ങ് തിരുവനന്തപുരം പോയി അവിടെ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ സീരിയൽ, സിനിമ ചാനലിൽ അങ്ങനെയെല്ലാം പോയി വളരെ പ്രസക്തനായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അഭിമാനിക്കാം, ഞങ്ങളുടെ കോളേജിൽ പഠിച്ചാണ്. പക്ഷേ 7 മാസങ്ങൾക്ക് മുന്നേ പുറത്തു വന്ന ആ വാർത്ത കേട്ടപ്പം അതോടുകൂടി ഇന്ന് ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രനെ പറ്റി കോളേജ് ഗ്രൂപ്പിൽ ചുമ്മാ ചോദിച്ചപ്പം, നീ എന്തിനാണ് അവനെ പറ്റി അന്വേഷിക്കുന്നത്, മിണ്ടായിരുന്ന കേട്ടോ, നിന്നെ വന്ന് പീഡിപ്പിക്കും എന്നാണ് ഒരു കമൻറ്റ് വന്നത്. അതായത് ഇപ്പം ആ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ അവസ്ഥ മാറിയത് അങ്ങനെയാണ്. കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അവസ്ഥ മാറി. നമുക്കൊരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാം. ഒട്ടും തന്നെ സഹിക്കാൻ വയ്യാത്ത ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു വന്നു. ഒരു 4 വയസ്സുകാരി കുഞ്ഞിനെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. അതും പീഡനം ശരിയല്ല. ഇത് വെറും പ്രതികാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ത്രീ കൊണ്ടു കൊടുത്ത പരാതിയാണ്, അത് വെറുതെ കെട്ടിച്ചമച്ച കഥയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, അത് സാഹചര്യങ്ങൾ അനുവദിക്കുമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയും കൂടെ മുൻകൂർ ജാമ്യം തള്ളിയപ്പോൾ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ആ കുഞ്ഞിനെ പീഡിപ്പിച്ചതിൻ്റെ പരിക്കുകൾ ശരീരത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന്. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ആ കൊച്ചിൻ്റെ ശരീരത്തിനുള്ളിൽ അതിന് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചതിൻ്റെ പരിക്കുകളുണ്ടെന്ന്. അപ്പം എങ്ങനെ കുട്ടിക്കൽ ജയചന്ദ്രനോട് നമുക്ക് ക്ഷമിക്കാൻ തോന്നുമോ? എന്ത് പരിപാടിയാണ് ഒപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു പോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ കഥയിലെ യൂദാസ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ലെവലിൽ മാറിപ്പോയി. വളരെ നല്ല മനുഷ്യനൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ പണം, വളരെ പണക്കാരിയൊക്കെ കല്യാണം കഴിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അറിയില്ല, എനിക്ക് അതേപ്പറ്റിയൊന്നും അറിയില്ല. എന്താണേലും അങ്ങനെ പണം, രാഷ്ട്രീയ സ്വാധീനങ്ങൾ, പേര്, പ്രസക്തി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇവിടെ വന്നു ഭവിച്ചത്. അപ്പോൾ ഇത് പറഞ്ഞു വരികയാണെങ്കിൽ കോഴിക്കോടുള്ള ഒരു പെൺസുഹൃത്ത്, കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ പെൺസുഹൃത്തിൻ്റെ വീട്ടിലെ അവരുടെ മകളാണ്, ഡിവോഴ്സ് ആയിരുന്നെന്ന് തോന്നുന്നു, അമ്മയും മകളും കൊച്ചുമകളും ആയിട്ട് ജീവിക്കുന്ന ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുമായിരുന്നു കൂട്ടിക്കൽ ജയചന്ദ്രൻ. എന്നിട്ട് ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു. ആ കുഞ്ഞ് അതിൻ്റെ അമ്മയോടല്ല ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, അമ്മാമ്മയോടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമ്മയോടാണ് പറഞ്ഞിരിക്കുന്നത്, അമ്മയോടല്ല ആ കൊച്ചത് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് ആ കൊച്ചിന് അത്രയും അടുപ്പേ കാണുള്ളൂ. അമ്മാമ്മ എപ്പോഴും സൂക്ഷിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തുന്ന കൊച്ചാകുമ്പോൾ അമ്മാമ്മയോടായിരിക്കും ആ കൊച്ചിന് അടുപ്പം കൂടുതൽ. ഏതായാലും ആ കൊച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മയോട് പറഞ്ഞു. അമ്മ കൊണ്ട് കേസ് കൊടുത്തു. മജിസ്ട്രേറ്റ് മൊഴിയെടുത്തു. പിന്നെ സൈക്കോളജിസ്റ്റ് പരിശോധിച്ചു. പിന്നെ സ്കൂളിലെ കൗൺസിലിംഗ്, അങ്ങനെ അതിൻ്റെ നാൾ വഴികൾ അങ്ങനെയെല്ലാം പോയി. കോടതി കേസായി. ചുമ്മാ ആദ്യം കേൾക്കുമ്പോൾ ഒരു പെണ്ണ് പ്രതികാരം ചെയ്യാൻ വേണ്ടി വഴക്കിട്ട് 2 പേരോട് പിണങ്ങിയപ്പോൾ പ്രതികാരത്തിന് വേണ്ടി ഒരു പീഡന കഥ കൊണ്ടു കൊടുത്താവാം എന്നാണ് നമ്മൾ ആദ്യം ഈ 7 മാസം, ജൂൺ മാസം 2024 ജൂൺ മാസത്തിലാണ് ഈ കേസ് നടക്കുന്നത്. ഒരു 7 മാസം മുന്നേ നടന്ന കേസാണ്. ഇന്നത്തെ പേപ്പറിൽ ലുക്കൗട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഈ കേസ് ആവുമ്പോൾ തന്നെ മുൻകൂർ ജാമ്യം കൂട്ടിക്കൽ ജയചന്ദ്രന് അന്നേ കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഇങ്ങോട്ട് പോന്നിട്ട് 7 മാസത്തോളമായി. ഇവിടെ ഈ ജാമ്യം കിട്ടാത്ത കൂട്ടിക്കൽ ജയചന്ദ്രൻ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും അല്ലെങ്കിൽ ഈ ലോകം മൊത്തം സ്വതന്ത്രനായിട്ട് നടക്കുന്നുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് കൂട്ടിക്കൽ ജയചന്ദ്രൻ ഹൈക്കോടതി കൊണ്ടുവന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസം ആയിട്ടുള്ളൂ, 4 ദിവസം ആയുള്ളെന്ന് തോന്നുന്നു, ഹൈക്കോടതി ജാമ്യം വീണ്ടും തള്ളി, കൊടുത്തില്ല, മുൻകൂർ ജാമ്യം കൊടുത്തില്ല. അതിന് ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടെന്നുള്ളതാണ്. 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടെന്ന്. അയ്യോ, എന്താ പറയണ്ട, ആ ഒരു വാചകം കേൾക്കുമ്പോണ്ടല്ലോ ദുഷ്ടനെ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജാമ്യം കിട്ടിയില്ല. ഇപ്പം അത് കഴിഞ്ഞ് ഈ 7 മാസത്തിനിടെ ഇവിടെ ഒരു പോലീസും ഉണ്ടായിരുന്നു, ഒരാളും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ബോച്ച ഒരു ഡബിൾ മീനിങ് പറഞ്ഞു, സെക്കൻഡിനുള്ളിൽ അറസ്റ്റ്, സെക്കൻഡിനുള്ളിൽ അകത്ത് കിടക്കുന്നു. എന്തായിരുന്നു പ്രക്ഷോഭം ഇവിടെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല, സിനിമാക്കാരായിട്ടുള്ള നടന്മാരോ നടിമാരോ ആരും ആയിക്കോട്ടെ, എന്ത് കേസ് പെട്ടാലും ഇവർക്ക് മുൻകൂർ ജാമ്യം എടുക്കുന്നിടം വരെ പോലീസ് ഇവരെ അന്വേഷിച്ചാൽ കിട്ടത്തില്ല. എത്ര അന്വേഷിച്ചാലും സിനിമാക്കാരുടെ പേരിൽ ഒരു കേസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലീസ് കുലങ്കഷമായിട്ട് അന്വേഷിച്ചാലും ഇവരെ കിട്ടത്തില്ല. കാരണം അവർക്ക് ജാമ്യം കിട്ടണം, അത് കഴിഞ്ഞ് പിന്നെ പോലീസ് ഇവരെ കാണുകയുള്ളൂ. അങ്ങനെയാണ് ഒരു രീതി. പിന്നെ സിനിമാക്കാരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ആണാണേലും പെണ്ണാണേലും ഒടുക്കത്തെ ബന്ധമാണ്. 2 ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന പോലെയാണ് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും. അത് ഏത് രാഷ്ട്രീയക്കാർ ഭരിക്കുന്നുള്ളതല്ല കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഏത് രാഷ്ട്രീയക്കാർ ഭരിച്ചാലും ആരായിരുന്നാലും സിനിമാക്കാരും ഇവരും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. സിനിമാക്കാർ എന്ത് തോന്നിയാസം ചെയ്താലും അറസ്റ്റ് ചെയ്യില്ല, അത് അവർക്ക് ജാമ്യം എടുക്കാനുള്ള അവസരം എല്ലാം കൊടുക്കും. ഇതിന് മുന്നേ പല കേസുണ്ട്, പലതും ഉണ്ട് നമ്മുടെ നാട്ടിൽ.
അവർക്ക് ജാമ്യം കിട്ടുന്നിടം വരെ പോലീസ് ഇവരെ കാണില്ല. അപ്പോൾ കൂട്ടിക്കൽ ജയചന്ദ്രൻ 7 മാസക്കാലം ഇതുവഴി സ്വതന്ത്രനായിട്ട് നടന്ന് TV പരിപാടി, ചാനൽ പരിപാടി എല്ലാം നടത്തി വന്നിട്ടും ജാമ്യം റദ്ദാക്കിയിട്ടും പോലീസ് പിടിച്ചിട്ടില്ല. ഇപ്പം ഹൈക്കോടതിയും ജാമ്യം കൊടുത്തിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഇന്ന് പോലീസ് നിവൃത്തിയില്ലാതെ ലുക്കൗട്ട് നോട്ടീസ് പത്രത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. കാണാനില്ലാഞ്ഞിട്ടാണ് കേട്ടോ, പോലീസിൻ്റെ കുറ്റമല്ല, കാണാനില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ട് പിടിക്കുന്നില്ല. അങ്ങനെ ഒരു ന്യൂസ് ഇന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ബോച്ചയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ബോച്ച ഡബിൾ മീനിങ് സംസാരിച്ചു, 3 വർഷം കഠിന തടവ് കിട്ടുന്നതാണ്. അരുൺകുമാറിനെ കഴിഞ്ഞ ദിവസം ശിക്ഷിച്ചില്ലല്ലോ. പക്ഷേ ബോച്ചയുടെ കാര്യത്തിൽ ബോച്ച പിടിച്ചകത്തിട്ട് നമ്മളിവിടെ ബോച്ച ചെയ്തതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല. ഡബിൾ മീനിങ്ങും എല്ലാം തെറ്റ് തന്നെയാണ്. അങ്ങനെ സ്ത്രീത്വത്തെ അവമാനിച്ച് ഡബിൾ മീനിങ് സംസാരിക്കുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ അകത്തിടാൻ മാത്രമുള്ള കുറ്റം ബോച്ച ചെയ്തിട്ടില്ലെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ സകല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബോച്ചയ്ക്ക് ഇവിടെ സംഭവിച്ചെന്താണെന്ന് എനിക്ക് തോന്നിയ കാര്യം, ബോച്ച വളരെയധികം കോടീശ്വരനും പണമിട്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ മുന്നിലൊന്നും കൂഞ്ഞു നിൽക്കേണ്ട കാര്യം അങ്ങേർക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങേരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാണ് ഇവന്മാർ നിൽക്കുന്നത്. അത് കാരണം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവന്മാരുടെ ആരുടെയും കാല് നിൽക്കാൻ അങ്ങേര് പോയിട്ടില്ല. കാല് നിൽക്കേണ്ട, കാല് പിടിച്ച് നിൽക്കേണ്ട ഒരു അങ്ങേര് അത് കാണിച്ച് കാണുകയില്ല. അപ്പോൾ ഇവന്മാർ ഈ കാശൊക്കെ മേടിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഒരു കലിപ്പ് കാണും തീർച്ചയായിട്ടും. അപ്പം ഇവനെ ഒന്ന് അകത്തിടാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ. അവൻ പറയുമ്പോൾ എന്താണോ, അവൻ പണത്തിൻ്റെ ഭയങ്കര ഹുങ്കാണ്. അവൻ പണം കൊണ്ടാണ് കളിക്കുന്നത്, ഞങ്ങൾ നിയമം കൊണ്ടാണ് കളിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പണത്തിൻ്റെ ഹുങ്ക്. ഇവിടെ പലരും കമൻ്റ് ഇട്ടായിരുന്നു ബോച്ചയ്ക്ക് പറ്റിയത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ താങ്ങി നിൽക്കണമായിരുന്നു, അതാണ് ബോച്ചയ്ക്ക് ഇവിടെ പറ്റിയെന്ന് പലരും കമൻറ്റിലൂടെ പറഞ്ഞത്. ശരിക്കും കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഈ സംഭവം കാണുമ്പോൾ ബോച്ചയ്ക്ക് പറ്റിയ അവസ്ഥ അത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരെ കമ്പനി ആയിട്ടില്ല, എല്ലാവർക്കും പൈസ കൊടുത്ത എല്ലാവരും ആയിട്ടുള്ള ഒരു ഇടപെടലാന്ന് തോന്നുന്നു, അതാണ് പറ്റി. അല്ലെ പിന്നെ ഇങ്ങേർക്ക് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമല്ലോ, പൈസ ഏറെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? പക്ഷേ സിനിമാക്കാരെ ഒരു കാരണവശാലും കഴിയാവത് രാഷ്ട്രീയക്കാർ, മറ്റേ പോലീസുകാരും എല്ലാം സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടും. അങ്ങനെ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ ലുക്കൗട്ട് നോട്ടീസ് ഇന്ന് പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇനി എന്താണ് അങ്ങോട്ടെന്നുള്ളത് നമുക്ക് ഇനി എങ്ങനെയാണ് ഇവർ കളിക്കാൻ പോകുന്നത് അതേ പറയാൻ പറ്റില്ല. ഇവരുടെ കളികൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. സ്ത്രീയെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയെ സംരക്ഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കുഞ്ഞു പെങ്കൊച്ചുങ്ങൾ, കുഞ്ഞു മക്കളെയാണ് സംരക്ഷിക്കേണ്ടത്. അവരെ പീഡിപ്പിച്ചവർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണം, അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.